ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡ് ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടത്തുക എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പലപ്പോഴും ഇസ്രായേലി പതാകകൾ കത്തിക്കുകയും ഇസ്രായേലിനെ മരണമെന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യാറുണ്ട്. ഏതായാലും ആ മുദ്രാവാക്യങ്ങളൊക്കെ ഇവിടെ മുഴങ്ങുന്നുണ്ടെങ്കിലും അവരുടെ പതാകകളൊന്നും കത്തിച്ചായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അവരുടെ പതാക ഏന്തിയ ഒരു യുവതിയെക്കുറിച്ച് 2 ദിവസം മുമ്പ് എറണാകുളത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയപ്പോൾ ഒരു യുവതി വന്ന് ഇസ്രായേലിന് അനുകൂലമായ പതാക ഉയർത്തി കാണിക്കുകയും അത് വീശുകയും ചെയ്തതിനെക്കുറിച്ച് വാട്സാപ്പിലൊക്കെ ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ പാരീസിൽ വടക്കേ ആഫ്രിക്കൻ പ്രകടനക്കാർ ജൂതന്മാർക്ക് മരണം, ഇസ്രായേലിന് മരണം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടുണ്ടെന്ന് പിയറി ബ്രൺബോ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഇറാനിലും മറ്റ് രാജ്യങ്ങളിലും നടക്കുന്ന ഖുദ്ദസ് ദിനത്തിൽ റാലികളും മാർച്ചുകളും പലപ്പോഴും ഇസ്രായേലിന് മരണം, അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിൽ കലാശിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ജെറാൾഡ് സ്റ്റെയിൻബർഗിൻ്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ നിയമസാധുതയ്ക്കെതിരായ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ പലസ്തീൻ സമാധാന പ്രക്രിയയ്ക്ക് ഒരു തടസ്സമായിട്ട് കാണുന്നു. മുൻ ഇസ്രായേലി ഇൻ്റലിജൻസ് മേധാവി ആമോസ് യാഡ്ലിനും ഇസ്രായേലി രാഷ്ട്രീയക്കാരനും നയതന്ത്രജ്ഞനുമായ CP ലിവ്നിയും ഇസ്രായേൽ രാജ്യത്തിൻ്റെ നിയമസാധുത തിരസ്കരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികൾ ഇസ്രായേലി സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ അവരുടെ പിന്തുടർച്ചക്കാരെ പോലെയാണ് കേരളത്തിൽ ഇപ്പോൾ ചില ആളുകൾ, ചില യുവജന സംഘടനകളൊക്കെ ഈ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒത്താശയുണ്ടെന്നൊക്കെയാണ് പൊതുജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നിയമസാധുതാ ലംഘനം യുദ്ധത്തെക്കാൾ ഗുരുതരമായ ഭീഷണിയാണെന്ന് യാഡ്ലിൻ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. യാഡ്ലിൻ പറഞ്ഞത്, ഒരു രാജ്യത്തെ നമ്മൾ ഭീഷണിപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് ആ രാജ്യത്ത് പോയി ജോലി ചെയ്യുകയും അവിടെ നിന്ന് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ട് ആ പണം നമ്മുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യുന്ന, അത് നമ്മൾ ഇവിടെ വിനിയോഗിക്കുന്ന ആളുകൾ തന്നെ ആ രാജ്യത്തിന് ഭീഷണിയാകുന്ന വിധത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അവരുടെ മരണം കാംക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, അതൊരു രാജ്യത്തോടുള്ള ഭീഷണി മാത്രമല്ല, അവിടേക്ക് പോയിരിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ നേരെയുള്ള ഭീഷണിയും കൂടിയാണ്. നിങ്ങളുടെ സമസൃഷ്ടങ്ങളുടെ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരുടെ മരണം കൂടിയാണ് നിങ്ങൾ അതിലൂടെ കൊതിക്കുന്നത് എന്ന് നിങ്ങളുടെ ആ മുദ്രാവാക്യ പ്രക്ഷോഭങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസിൻ്റെ സമയത്ത് ഇസ്രായേൽ ഗാസയിൽ പ്രവേശിക്കരുതെന്ന ആവശ്യങ്ങൾ ഇസ്രായേലിൻ്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിൻ്റെ നിയമസാധ്യത ലംഘനമാണെന്ന് ഡേവിഡ് ഷോർട്സ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇസ്രായേലിന് ജീവിക്കാനും അവർക്ക് അവരുടെ ജനതയെ സംരക്ഷിക്കാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഞാൻ വേറൊരു ചെറിയ ചോദ്യം ചോദിക്കാം. നമ്മുടെ അയൽരാജ്യമായിരിക്കുന്ന പാകിസ്ഥാനിലെ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് വരികയും ജമ്മുവിലെ വിനോദസഞ്ചാരത്തിന് പോയതായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള 26 പേരെ യാതൊരു കാരണവും കൂടാതെ മതത്തിന്റെ പേരിൽ അവരെ കൊന്നുകളഞ്ഞപ്പോൾ ഇല്ലാത്ത ഒരാവേശം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്ന ഇസ്രായേലിനോട് എന്തിനാണ് നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം ജനഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അങ്ങനെ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ അറിയണം ചില ചരിത്രങ്ങൾ. അതാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. 1993 ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ തോമസ് ഫ്രീഡ്മാൻ ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന നിയമവിരുദ്ധവൽക്കരണം ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും സമാധാനത്തിന് ഒരു തടസ്സമായിരുന്നുവെന്നും ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലെ പരസ്പര നിയമവിരുദ്ധവൽക്കരണം വിദ്വേഷം ആഴത്തിലാക്കുകയും ദീർഘിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ഡാനിയൽ ബാർ ഡാൽ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ വിവേചനം, ചൂഷണം, പുറത്താക്കൽ, കൂട്ടക്കൊലകൾ, വംശഹത്യ തുടങ്ങിയ ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രവൃത്തികളെ ഡെലിഗമൈസേഷൻ എന്ന് വിളിക്കുന്നു നമ്മൾ. അങ്ങനെയുള്ള ആ ഡെലിഗമൈസേഷന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാണ് ഇസ്രായേലിനെതിരെ ഇപ്പോഴും ശബ്ദിക്കുന്നത്. മറന്നു പോരുത്. അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം കുതന്ത്രങ്ങൾ ഉപയോഗിക്കാമോ, അതിനേതെല്ലാം ദേശങ്ങളിൽ നിന്ന് ആ രാജ്യത്തിനെതിരെ, അവിടുത്തെ ജനതയ്ക്കെതിരെ സംസാരിക്കാമോ, ആ സംസാരങ്ങളെയാണ് ഡെലിഗമൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെലിഗമൈസേഷൻ നൽകുന്ന ന്യായീകരണമില്ലെങ്കിൽ
പലർക്കും അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ സംഘർഷ പരിഹാരത്തിനായുള്ള ഏതൊരു നീക്കത്തിനും, പ്രത്യേകിച്ച് അനുരഞ്ജനത്തിനും ഡെലിഗമൈസേഷൻ നിർത്തലാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പല നിരീക്ഷകരുടെയും വാദം. അപ്പോൾ സമാധാന പ്രക്രിയ ഇതിനകം തന്നെ നിലച്ചു പോയെന്നും പലസ്തീനികളുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതിനുള്ള ഒരു ഒഴികഴിവായി ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെന്നും ആംനെസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു. ഇസ്രായേലിനെതിരായ UN പ്രമേയങ്ങളിലും അതുപോലെ തന്നെ അവരുടെ അധികാര പരിധി ദുരുപയോഗങ്ങളിലും നിയമസാധുത മറയ്ക്കപ്പെടുന്നുവെന്ന് മുൻ കനേഡിയൻ അറ്റോർണി ജനറലായ ഇർവിൻ കോഡ്ലർ പറയുന്നു. അവ മനുഷ്യാവകാശങ്ങളുടെ മറവിൽ മറയ്ക്കപ്പെടുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായ വംശീയതയുടെയും വർണ്ണവിവേചനത്തിൻ്റെയും ആരോപണങ്ങൾ ഇസ്രായേൽ വർണ്ണവിവേചനം നടപ്പാക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര നേതാക്കൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്നും ഇസ്രായേലി നയങ്ങൾ കൃത്യമായി വിവരിക്കുന്നത് ഇസ്രായേലിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ പ്രേരിപ്പിക്കുമെന്നും യൂസുഫ് മുനീർ അഭിപ്രായപ്പെട്ടതിന് എതിരായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്നലെ പ്രിയപ്പെട്ട അലക്സ് തോമസുമായിട്ട് ഞാൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ, അദ്ദേഹം ഇസ്രായേലിലാണ്, ടെൽ അവീവിലാണ്, അവിടുന്ന് അദ്ദേഹം നമുക്ക് തന്ന അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയുണ്ടായി. ഇവിടെ പല സുഹൃത്തുക്കളും അഭിപ്രായപ്പെടുന്നത് പോലെ അവർ പറയാറുണ്ട്, അവിടുത്തെ യഹൂദന്മാർ മറ്റുള്ള ആളുകളെ കാണുമ്പോൾ തുപ്പുമെന്നും വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്ന ഇടപെടുന്നതെന്നൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞത്, അദ്ദേഹം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, ദീർഘവർഷങ്ങളായിട്ട് അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നതാണ്. ലോകത്തിൽ ഇത്രയും ആളുകളെ മാനിക്കുന്ന, ജനങ്ങളെ മാനിക്കുന്ന ഒരു രാജ്യം അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ രാജ്യം, അല്ലെങ്കിൽ ഏറ്റവും അതേപോലുള്ള മാന്യത കൊടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഞാനും ഇസ്രായേൽ ഉണ്ടായിരുന്ന എൻ്റെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ എനിക്കറിയാം, അവിടുത്തെ ഏതൊരു കുട്ടിക്കും, ഏതൊരു മുതിർന്ന ആൾക്കും, സ്ത്രീക്കും പുരുഷനും ഒക്കെ, ഏത് രാജ്യക്കാരനാണെങ്കിലും അവർക്കൊക്കെ തുല്യമായ പ്രാധാന്യവും ബഹുമാനവും നൽകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഒരു പ്രിയ സഹോദരി പലസ്തീനിലെ ഹമാസ് എന്ന ഭീകരവാദികളുടെ യുദ്ധത്തിൽ, അല്ലെങ്കിൽ അവരിട്ട ബോംബിൽ കൊല്ലപ്പെട്ടായ നമ്മുടെ ഒരു സഹോദരി, ആ സഹോദരിയുടെ മൃതദേഹത്തോടൊപ്പം തന്നെ അവിടുത്തെ ഭരണാധിപന്മാരിൽ ചിലരിവിടെ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവര് ജനങ്ങൾക്ക് കൊടുക്കുന്ന എത്ര വലിയ മതിപ്പാണ്. എന്നാൽ നമ്മുടെ ഭരണാധിപന്മാർ ആ വീട്ടിലൊന്ന് കയറി ചെല്ലാനോ, ആ സംസ്കാര വേളയിലൊന്ന് പങ്കെടുക്കാനോ, ഒരാദര അഞ്ജലി അർപ്പിക്കാനോ മനസ്സ് കാണിച്ചില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ കുരുട്ട് എത്ര വലുതാണ്, ഇരുണ്ട അറകൾ എത്ര ഭീഭത്സമാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ അതിന് വിഘാതമായിട്ട് പെരുമാറുകയും ആളുകളുടെ മനസ്സിലേക്ക് അകാരണമായി തീ കോരിയിടുകയൊക്കെ ചെയ്യുന്ന മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങളൊരു രാജ്യത്തെ മാത്രമല്ല, രാജ്യത്തിൽ പ്രവർത്തിക്കാൻ പോയിരിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുലത്തിൽപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ നാട്ടിൽ നിന്ന് അവിടേക്ക് പോയിരിക്കുന്ന ആളുകളെ കൂടിയാണ് നിങ്ങൾ കൊല്ലണം എന്ന് പറയുന്നത്. അവരെ മരണം ബാധിക്കണമെന്ന് നിങ്ങൾ മുദ്രാവാക്യത്തിലൂടെയൊക്കെ പ്രഖ്യാപിക്കുന്നത്. എന്തൊരു നാണം ഇല്ലാത്ത വർഗമാണ് നിങ്ങളെന്നുള്ളത് സ്വയമേ ഒന്ന് ചിന്തിക്കുന്നതും ഇതിനോട് ബന്ധപ്പെടുത്തി നന്നായിരിക്കും. ഞാനിത് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്, ഒരു പഴമൊഴിയുണ്ട്, കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും. നിങ്ങൾ കൊണ്ടേ അറിയുകയുള്ളൂ, നിങ്ങൾക്ക് കണ്ടറിയാൻ മനസ്സില്ല. കാരണം നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനകത്തെ മതത്തിൻ്റെ വൈറസും അതുപോലെ തന്നെ ഇസ്രായേൽ വിരോധം എന്നുള്ളൊരു വൈറസും കിടക്കുന്നതുകൊണ്ട് അവിടേക്ക് മറ്റൊന്നും കയറുകയില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, സമാധാനത്തിലുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഇസ്രായേലിനെ ഗതി മാറ്റാൻ സമർത്ഥരാക്കുക എന്നാണ് നാഥാൻ ത്രാൽ നിർദ്ദേശിക്കുന്നത്. അപ്പം ഈ തന്ത്രത്തിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് ഇപ്പോൾ ഇറാൻ പ്രോക്സി വാർ ആരംഭിച്ചിട്ട് ഇപ്പോൾ അത് ഡയറക്റ്റായിട്ടുള്ള യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. എന്തുകൊണ്ടാണത്? അതിൻ്റെ കാരണം 1975 തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഐസൻഹോവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, അവർ ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുക. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു ചാനൽ വിട്ടതായ ഒരു വാർത്ത എന്നെ വളരെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫലസ്തീനിലെ ആഹാരം വാങ്ങിക്കാൻ വന്ന ആളുകളെ വെടിവെച്ച് കൊന്നു
അത് ഇസ്രായേലാണ്. എന്നാൽ അതിൻ്റെ നിജാവസ്ഥ തപ്പിയപ്പോഴാണ് അത് ആ കൊടും ഭീകര അവരെ എന്താ വിളിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. എൻ്റെ അതരങ്ങൾ കൊണ്ട് അങ്ങനെ വിളിക്കാൻ കഴിയുകയില്ല. അത്ര ക്രൂരന്മാരായിട്ടുള്ള പലസ്തീനിലെ ഭീകരവാദികളായിരിക്കുന്ന ഹമാസ് ആണ് ആ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് അവിടുത്തെ ഫലസ്തീനികളെ കൊന്നൊടുക്കുക എന്നുള്ള വലിയൊരു തന്ത്രം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ പേരിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ട് അവരുടെ നേതാക്കന്മാർ പല മേഖലകളിൽ പോയി സുഖിക്കാനായിട്ട്, എന്നിട്ട് അവർക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും അവർക്ക് വേണ്ടി ഇൻക്ലാബ് വിളിക്കുവാനും നാണം നിങ്ങൾക്കൊരല്പമുണ്ടെങ്കിൽ അതിന് സാധിക്കുകയില്ല. അതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കതൊക്കെ സാധിക്കുമെന്നുള്ളതാണ് പൊതുവിൽ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനെങ്കിലും നിങ്ങളുടെ കാതുകളൊന്ന് തുറന്നു വെക്കുന്നത് നന്നായിരിക്കും. എന്തൊരു കഷ്ടമാണ് ഇസ്രായേലിനെ നിയമവിരുദ്ധമാക്കാനും മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിലുമാക്കാനുള്ള നിങ്ങളെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമം ഒരിക്കലും ഫലപ്രദമാകുകയില്ല. ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം തന്നെ ഇറാന് വേണ്ടിയിട്ട് വാദിക്കുന്ന പോലെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇറാന് നേരെ ഈ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ശ്രീ അലക്സ് തോമസ് വളരെ കൃത്യമായിട്ട് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ജനതകൾ, അവിടുത്തെ ഇസ്രായേൽ ജനങ്ങൾ, യഹൂദന്മാർ മാത്രമല്ല, അവിടെ മുസ്ലിം സഹോദരങ്ങൾ 18% മുസ്ലിംസാണ് ഇസ്രായേലിലുള്ളത്. അതാദ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. അവിടെ ബുദ്ധിസ്റ്റുണ്ട്, മറ്റു മതക്കാരൊക്കെ ഉണ്ട്, ക്രൈസ്തവരുണ്ട്. അവരെല്ലാം വളരെ സ്നേഹത്തോടും ഐക്യത്തോടും, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ നേഷനാണ്, അവരുടെ രാജ്യമാണ്. അപ്പോൾ അതിനകത്ത് മുസ്ലിം സഹോദരങ്ങളും യുദ്ധത്തിനകത്തുണ്ട്. ഇസ്രായേൽ പട്ടാളങ്ങളിൽ, ഇസ്രായേലിലെ സേനകളിലൊക്കെ ഈ മുസ്ലിം സഹോദരങ്ങളുണ്ട്, അവിടെ ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അതിനകത്ത് ജാതി ഇല്ലാത്തവരും മതമില്ലാത്തവരും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ രാജ്യത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? ആ വിധത്തിൽ ചിന്തിക്കാനായിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കുറിച്ച് വളരെ മോശമായിട്ടൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യണം. അവരില്ലാതായാൽ മാത്രമേ മറ്റുള്ളവർക്ക് വലിയ തോതിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത അവരിലുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു മുസ്ലിം രാഷ്ട്രമല്ലെന്ന് ഓർക്കണം. അതൊരു ഷിയ രാഷ്ട്രമാണ്. ശരിക്കും അത് അറബികളുമല്ല അവിടെ ഉള്ളത്, ഇറാനിലുള്ളത് അറബികളല്ല. പല ആളുകളും തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അറബികളാണെന്ന്. അത് പേർഷ്യൻ രാജ്യമാണ്. സ്വരാഷ്ട്ര മതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സ്വരാഷ്ട്ര മതത്തെ ഉന്മൂലനം ചെയ്തിട്ടാണ് ഷിയ മതം അവിടെ വരികയും ആ ഷിയാക്കൾ അവിടെ ഭൂരിപക്ഷത്തിൽ അവരുടെ മതവിധികൾ അല്ലെങ്കിൽ മതരാഷ്ട്രമായിട്ട് അതിനെ മാറ്റുകയും ചെയ്തു. അതിൻ്റെ പേരൊക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നൊക്കെയാണ്. എങ്കിലും അത് ആ ഇസ്ലാമിനെ ഇവിടുത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ഇൻക്ലാബ് വിളിക്കാൻ പോകുന്നത്, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ പോകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുന്നി വിഭാഗത്തെയും അതേപോലെ മുജാഹിദീൻ വിഭാഗത്തെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വെറുക്കുന്നത്, PDP ഒക്കെ വെറുക്കുന്നത്, PFI ഒക്കെ ഉന്മൂലനം ചെയ്യണമെന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഈ ഷിയാക്കളാണ്. ആ ഷിയാക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻക്ലാബ് വിളിക്കുന്നത്. എന്തൊരു വിരോധാഭാസം, എന്തൊരു മൗഢ്യം! നിങ്ങളുടെ ബുദ്ധി ഇതുവരെ വികസിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇതിലൂടെയൊക്കെ തെളിയിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു രാജ്യത്തിനെതിരെ അന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ, നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ആ നുണയൊന്നും അധികാലം നിൽക്കയില്ല. ഇതിനു മുമ്പും ഇതുപോലെയുള്ള വാർത്തകൾ പലസ്തീനികളെല്ലാം കൊന്നൊടുക്കുന്നു, അവിടെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിന്നവരെ കൊന്നൊടുക്കിയത് ഇസ്രായേലുകളാണ്. അവരാരെ ആ വിധത്തിൽ ചെയ്യയില്ല. ഇന്നലെ അലക്സ് തോമസ് സാർ പറഞ്ഞ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഒരു മിസൈല് ഫലസ്തീനിൽ നിന്ന് വന്നാൽ, ഹമാസിൻ്റെ പക്കൽ നിന്ന് വന്നാൽ, അത് സാധാരണഗതിയിൽ ഈ ഹമാസ് ചെയ്യുന്നത് അവിടെ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചാണ് അവർ ഈ ആക്രമണം അഴിച്ചുവിടുന്നത്. അവിടുന്നാണ് ആ മിസൈൽ വിടുന്നത്. ആ മിസൈൽ വന്ന് ഇസ്രായേൽ അതിൻ്റെ അയൺ ഡോമിലോ അതേപോലെ തന്നെ ഡേവിഡ് കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അത് താഴേക്ക് വീഴും. അത് വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവിടുന്ന് അതിന് ബദലായിട്ടുള്ള ഏത് ഭാഗത്തു നിന്നാണോ മിസൈൽ വന്നത് അവിടേക്ക് തന്നെ കൃത്യമായൊരു മിസൈൽ ചെല്ലും.
അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ ഹമാസുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരരായിട്ടുള്ള, മൃഗീയരായിട്ടുള്ള, മൃഗത്തിന് തുല്യരായിട്ടുള്ള ആ ഹമാസുകൾ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്കൂൾ കുട്ടികളെ, ആശുപത്രികളിലെ രോഗികളായിട്ടുള്ള അവിടെ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടേക്ക് തന്നെയാണ് റിറ്റാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ മരണങ്ങൾ, കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത്. അതിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ? നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഹമാസിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻക്ലാബ് വിളിച്ച് ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള ഇവിടുത്തെ ഭീകരവാദികളും കൂടെ അതിനെ മുൻകൈ എടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യാമെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം അടക്കം ഹമാസിനെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പ്രകടനം നടത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി മുമ്പിൽ നിൽക്കാൻ ഞങ്ങളെപ്പോലുള്ള അനേകരുണ്ടാവും, സത്യം അറിയുന്ന ആളുകളുണ്ടാവും. അതിന് നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങളും മരണത്തെ വിതയ്ക്കുന്നവർ തന്നെയാണ്. മരണത്തിൻ്റെ വ്യാപാരികളായി അവരോടൊപ്പം നിങ്ങളും നിൽക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇൻക്ലാബ് വിളിക്കുവാൻ നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം ഇറാൻ പരാജയപ്പെട്ടേ പറ്റുള്ളൂ. കാരണം പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാവുന്ന താവളങ്ങൾ ഇല്ലാതായേ പറ്റുള്ളൂ എന്ന് ലോകത്തിലെല്ലാ രാഷ്ട്രങ്ങളും നിരീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും ഒരുമിച്ച് നമുക്ക് അർപ്പിക്കാം. നമ്മുടെ രാജ്യം ഇസ്രായേലിൻ്റെ കൂടെ തന്നെയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കിടന്ന് ചിലർ ഈ നായ്ക്കൾ ഓലിയിടുന്ന പോലെ ഓലിയിട്ടതുകൊണ്ടൊന്നും ഇസ്രായേൽ അവരുടെ യുദ്ധം അവസാനിപ്പിക്കുകയില്ല. കാരണം അവർക്ക് ജീവിക്കണം എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പ്രിയപ്പെട്ടവർ എന്നോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇൻക്ലാബ് വിളിച്ചോ, പക്ഷേ അത് സത്യത്തിനും നീതിക്കും വേണ്ടിയായിരിക്കണം. അല്ലാതെ ഈ മരണ വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കാൻ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.